നാട്ടുകൂട്ടം എന്ന ഞങ്ങളുടെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോസ് വളരെ ചെറുതാണ്. ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. ലോകത്താകമാനം നടക്കുന്ന, അതോടൊപ്പം നമ്മുടെ നാട്ടുപ്രദേശത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള വാർത്തകളെക്കുറിച്ചും ഒരു സ്വതന്ത്രമായ അഭിപ്രായമാണ് ഞങ്ങൾ നടത്തുന്നത്. നമുക്ക് ഈ അടുത്തിടെയായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വിവിധ ഇടങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നു, സിവിൽ വാറുകൾ നടക്കുന്നു. ഇന്ത്യയിലെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് രണ്ട് വർഗ്ഗക്കാരുടെ ഇടയിൽ ആഭ്യന്തര കലാപം നടന്നു. അതിൻ്റെ ബേസ് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് റിലീജിയനാണ്. അതിൻ്റെ ബേസ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി നേപ്പാളിൽ കലാപം നടന്നു. അതിൻ്റെ ബേസും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് റിലീജിയനല്ല ഒരിക്കലും, അത് പൊളിറ്റിക്സാണ് വിഷയം. അപ്പം പൊളിറ്റിക്കൽ റിലീജിയസ് വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്താകമാനം ആഭ്യന്തര കലാപം പലയിടങ്ങളിൽ നടക്കും. ശ്രീലങ്കയിൽ നമ്മൾ നേരത്തെ കണ്ടതാണിത്. നേപ്പാളിൽ ഇപ്പം അത് വളരെ രൂക്ഷിതമായി മാറി. മണിപ്പൂരിലുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചില റിലീജിയസ് ഓർഗനൈസേഷനുകൾ ഈവൻ നക്സലൈറ്റുകളോട് പോലും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ ദേശീയതയ്ക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കും. അവർ ഇന്ത്യക്കാരാണോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. അവരേതെങ്കിലും ഒരു മതത്തിൻ്റെ ആൾക്കാരാണ്, അവർ ഇന്ത്യക്കാരാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ വൈദേശിക ശക്തികളെ നമുക്ക് നേരിടാൻ പാടില്ല. പക്ഷേ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ദേശത്തിനകത്ത് തന്നെയുള്ള ആളുകൾ കുഴപ്പമായി വരുന്നൊരവസ്ഥയാണ്. ചില മതവിഭാഗങ്ങളെയാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇന്ത്യ ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ രാഷ്ട്രമല്ല. ഇഫ് ദർ ഈസ് നോ സെക്യുലറിസം, ദർ ഈസ് നോ ഡെമോക്രസി അറ്റ് ആൾ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ സെക്യുലറിസം ഇല്ലെങ്കിൽ ഡെമോക്രസി തന്നെയില്ല. സെക്യുലറിസം അഥവാ മതനിരപേക്ഷത, നാനാത്വത്തിൽ ഏകത്വം, വിവിധ കൾച്ചറുകൾ, സംസ്കാരങ്ങൾ, വിവിധ ജാതികൾ, മതങ്ങൾ, ലോകത്തെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ എന്തില്ലയോ അത് ലോകത്ത് എവിടെയും ഇല്ല എന്ന സംസ്കാരത്തിൻ്റെ ഉടമകളായ നമ്മളെ ചില പ്രദേശങ്ങളിൽ ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ഏതെങ്കിലും വൈദേശികമായ ഒരു മതം പാവപ്പെട്ടവരെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന കുറേ ആളുകൾ, അവർക്ക് വേണ്ടി പാൽപ്പൊടി കൊടുക്കുന്നവർ, അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താണ് ഈ വാദിക്കാൻ തുടങ്ങിയത്? ഇവർക്കൊക്കെ എന്താണ് ഇതിനകത്ത് റൈറ്റ്? ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പം ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മതപരിവർത്തനം നടത്തുകയും എന്നിട്ട് അവർ അവർ വലിയ കുഴപ്പങ്ങൾ അനുഭവിക്കുന്നു. അവർ കുഴപ്പങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവരുടെ കൾച്ചറിനെ, അവരുടെ സംസ്കാരത്തിന് നശിപ്പിക്കുന്നതിനാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പല പ്രശ്നങ്ങളും. അപ്പം ആഭ്യന്തരമായ കലാപങ്ങൾ, സിവിൽ വാറുകൾ, അതാണ് ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് കൂടിയിരിക്കുന്നത്. ഞാൻ പറയാൻ ശരിയല്ല.